കേരള ബോക്സ് ഓഫീസിലും ഒരു പ്രധാന ആകർഷണമായി മാറിയിരിക്കുകയാണ് വിഷു റിലീസിൽ ഇറങ്ങിയ ചിത്രങ്ങൾക്കിടയിൽ എമ്പുരാൻ എന്ന ചിത്രം. എമ്പുരാൻ എന്ന ചിത്രത്തിനും പ്രൈം തിയേറ്ററുകളിൽ ഗംഭീര രീതിയിലുള്ള പ്രേഷർ ഉണ്ട് എന്ന് കാണിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിശയകരമായി എമ്പുരാൻ ഇപ്പോഴും ഓടുന്നു. അതുകൊണ്ട് തന്നെ വിഷുവിനും ഈസ്റ്ററിനും ഒക്കെ എമ്പുരാൻ തന്നെ തിയേറ്ററിൽ ഉണ്ടാകും എന്ന രീതിയിലാണ് പല ട്രാക്കർമാരും പറയുന്നത്. സാധാരണ പ്രേഷർ കുറയുമ്പോൾ തിയേറ്ററിൽ നിന്നും പല സിനിമകളും മാറ്റാറുള്ള പതിവുണ്ട്. എന്നാൽ എമ്പുരാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. കാരണം പ്രേഷർ ഈ ചിത്രത്തിനുണ്ട് എന്ന് കാണുമ്പോൾ വിഷു റിലീസായി എത്തിയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രേഷർ സ്വീകരിക്കുന്നത് ആലപ്പുഴ ജിംഖാന എന്ന നസ്ലൻ ചിത്രമാണ്. തൊട്ടു പിന്നാലെ മമ്മൂട്ടിയുടെ ബസൂക്കയും ഉണ്ട്. ബസൂക്ക ആദ്യ ദിവസം കത്തിക്കേറിയെങ്കിലും എന്നാൽ പിന്നീട് ചിത്രം ആലപ്പുഴ ജിംഖാനയ്ക്ക് പുറകിലേക്ക് പോവുകയായിരുന്നു. ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് സെയിൽ നോക്കിയാൽ തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. കളക്ഷനിലും അത് ഗ്രാജുവലി മാറ്റം വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നു. എന്നാൽ എമ്പുരാൻ എന്ന സിനിമയും ഈ 4 സിനിമകൾക്കിടയിലും മികച്ച രീതിയിൽ ബുക്കിംഗ് നടക്കുന്നു എന്നതാണ്. പ്രേക്ഷകർ ഈ ചിത്രത്തെയും സ്വീകരിക്കുന്നു ഈ സമയത്തും എന്നതാണ് കാണുന്നത്. കേരളത്തിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും എമ്പുരാൻ കണ്ടു കഴിഞ്ഞു എന്നതുകൂടി ഓർക്കണം. മലയാള സിനിമയുടെ സകല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച ചിത്രമാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ എമ്പുരാൻ. മാർച്ച് 27 റിലീസ് ചെയ്ത സിനിമ നിലവിൽ ആഗോളതലത്തിൽ 260 കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞു. വിഷു റിലീസുകൾ എത്തിയപ്പോഴും ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിന്റെ 15ാം ദിവസം കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രമുഖ ട്രാക്കേഴ്സായ സാക്നിൽസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏപ്രിൽ 10 ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 70 ലക്ഷം രൂപയാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. സിനിമയുടെ മലയാളം പതിപ്പിന് 17.52 ഒക്യുപ്പൻസിയും ലഭിക്കുന്നുണ്ട്. സിനിമ 15 ദിവസങ്ങൾ കൊണ്ട് 103.05 കോടി നെറ്റ് കളക്ഷനാണ് നേടിയിരിക്കുന്നത്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ആദ്യമായി 100 കോടി ഷെയർ വേൾഡ് വൈഡിൽ നിന്നും ലഭിച്ച മലയാള സിനിമയാണ് എമ്പുരാൻ. ഇപ്പോൾ 123 കോടിയോളം ഷെയറാ തന്നെ വേൾഡ് വൈഡിൽ നിന്നും എമ്പുരാന് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ഗുഡ് ബാഡ് അഗ്ലി എന്ന അജിത് ചിത്രം സ്വന്തമാക്കുന്ന രീതിയിലുള്ള കളക്ഷൻ എമ്പുരാനും ഇതേ ദിവസം ലഭിക്കുന്നു എന്നതും ട്രാക്കർമാർ പറയുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നുണ്ട്. ഗുഡ് ബാഡ് അഗ്ലി എന്നത് ഏറ്റവും പുതിയ ചിത്രമാണ്. ഇതൊക്കെ ഒരു പ്രൂഫാണ് എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിൽ വെറുതെ ഹോൾഡ് ചെയ്യുകയല്ല, ഈ ചിത്രത്തിന് പ്രേഷർ ഉണ്ട് എന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ലഭിക്കുന്നത് ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിനാണ്. ഏറ്റവും കൂടുതൽ പ്രേഷർ സ്വീകരിച്ചിരിക്കുന്നതും ഈ ചിത്രത്തെ ആദ്യം കാണാനാണ്. പിന്നീടാണ് മമ്മൂക്കയുടെ ബസൂക്കയും മരണമാസും ഒക്കെ ഉള്ളത്. അത് ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ബോക്സ് ഓഫീസിലും പ്രകടമാകും എന്നതിൽ യാതൊരു സംശയമില്ല. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 14 ദിവസം കഴിയുമ്പോൾ തന്നെ എമ്പുരാൻ കേരളത്തിൽ നിന്നും 83 കോടിക്ക് മുകളിൽ നേടിക്കഴിഞ്ഞു. തെലുങ്ക് സ്റ്റേറ്റിൽ നിന്നും 4.5 കോടിക്ക് മുകളിലും തമിഴ്നാടിൽ നിന്നും 9.6 കോടിക്ക് മുകളിലും കർണാടക റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 21.5 കോടിക്ക് മുകളിലും നേടി. ഓവർസീസിൽ നിന്നും 141.5 കോടിക്ക് മുകളിലുമാണ് നേടിയിരിക്കുന്നത്. ഏതാണ്ട് 260 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇതിനോടകം തന്നെ എമ്പുരാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. 123 കോടിക്കടുത്ത് വേൾഡ് വൈഡിൽ നിന്നും ഷെയറും ലഭിച്ചു. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയെന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അണിയറ പ്രവർത്തകർ അറിയിച്ചു കഴിഞ്ഞു എമ്പുരാന്റേതായി. എമ്പുരാൻ ഇങ്ങനെയുള്ള ഗംഭീരമായ കളക്ഷൻ നേടിക്കഴിഞ്ഞപ്പോഴും വിവാദങ്ങളൊന്നും എമ്പുരാനെ വിട്ടുപിരിയുന്നില്ല എന്നതാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. കളക്ഷൻ റെക്കോർഡുകൾ എന്ന പോലെ തന്നെ വിവാദങ്ങൾ കൊണ്ടും മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ വാർത്തകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. സിനിമയിലെ ചില രംഗങ്ങളും വില്ലൻ കഥാപാത്രത്തിന്റെ പേരും ചൂണ്ടിക്കാട്ടി എമ്പുരാനെ ബഹിഷ്കരണ ആഹ്വാനവുമായി സംഘപരിവാർ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിക്കുകയാണ് എമ്പുരാനിലെ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച അഭിമന്യു സിംഗ്. സിനിമയെ കാണുക, ഒരു നടന്റെ കടമ സിനിമയ്ക്ക് ആവശ്യമായത് ചെയ്യുക എന്നതാണ്. നമ്മൾ ആ നിമിഷത്തിൽ അഭിനയിക്കുന്നു, അനന്തരഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എമ്പുരാൻ എന്ന ചിത്രത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ അടുത്തിടെയാണ് അറിഞ്ഞത്. ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുകയല്ല ഞങ്ങളുടെ ഉദ്ദേശം, അത് സംഭവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഫിലിം ക്യാനുമായുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. സിനിമയിലെ ക്ലൈമാക്സിനെ കുറിച്ചുള്ള വിമർശനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സംവിധായകന്റെ വിഷനാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് സംവിധായകന്റെ കാഴ്ചപ്പാടാണ്. എത്രത്തോളം വയലൻസ് കാണിക്കണമെന്ന് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. ഒരു രംഗം എങ്ങനെ പുറത്തു വരണമെന്ന് സംവിധായകനും എഴുത്തുകാരനും തീരുമാനിക്കുന്നു. അഭിനേതാക്കളുടെ ജോലി അവർ പറയുന്നത് ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. അതാണ് ഞാൻ ചെയ്തതെന്നും അഭിമന്യു സിംഗ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എമ്പുരാൻ ബോക്സ് ഓഫീസിനെ തകർത്തു എന്ന കാര്യങ്ങൾ അതൊരു സത്യമായ കാര്യം തന്നെയാണ്. ഇന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് സ്ട്രോമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു. ഹോളിഡേയ്സിൽ പോലും ബോക്സ് ഓഫീസിൽ നിറഞ്ഞ സാന്നിധ്യമാണ് എമ്പുരാൻ എന്ന സിനിമ. പവർ സ്യൂട്ട്സ്, ലോഡഡ് ഗൺസ് ആൻഡ് വൺ മാൻ ഹു നീഡ്സ് നെയ്തർ ടു റൂൾ എന്ന ക്യാപ്ഷൻ പങ്കുവച്ചുകൊണ്ടാണ് ബോക്സ് ഓഫീസ് ബീസ്റ്റ് മോഡിനെ കുറിച്ച് അറിയിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാറും ആശീർവാദ് സിനിമാസും സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം എത്തിയത്. കാരണം ഇപ്പോഴും ബോക്സ് ഓഫീസിൽ ഗംഭീര സാന്നിധ്യമാണ് എമ്പുരാൻ എന്ന സിനിമ. ആശീർവാദ് സിനിമാസും തികഞ്ഞ സന്തോഷത്തിലാണ്, ആന്റണി പെരുമ്പാർ അടക്കം. കാരണം ചിത്രം ഉദ്ദേശിച്ചതിന് മുകളിലാണ് അവർക്ക് നൽകി കൊടുത്തത്. എന്നാൽ എമ്പുരാന്റെ കത്തിക്കലൊക്കെ നിൽക്കുമ്പോഴും മോഹൻലാലിന്റെ കൾട്ട് ക്ലാസിക് ഒരു ചിത്രം റീമാസ്റ്റർ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നുണ്ട്. ഛോട്ടാ മുംബൈ. അൻവർ ഷീദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ഛോട്ടാ മുംബൈ 18 വർഷത്തിനിപ്പുറം റിലീസ് ചെയ്യുന്നു എന്ന കാര്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. മോഹൻലാലിന്റെ 65ാം ജന്മദിനമായ മെയ് 21-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. വാസ്കോഡ ഗാമയായി മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രം ഇന്നും ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ്. ചിത്രം റിലീസിന് ഒരുങ്ങുന്ന വിവരം മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജനാണ് ആദ്യം അറിയിച്ചത്. മണിയൻപിള്ള രാജു ആണ് ചിത്രത്തിന്റെ നിർമ്മാതാവ്. സ്ഫടികം, ദേവദൂതൻ, മണിച്ചിത്രത്താഴ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം
റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം കൂടിയാണ് ഛോട്ടാ മുംബൈ. ദേവദൂതിന് ശേഷം ഹൈ സ്റ്റുഡിയോസ് ആണ് സിനിമ 4K ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്ററിംഗ് ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള മണിയൻപിള്ള രാജുവിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഉറപ്പിക്കുകയാണ് ഛോട്ടാ മുംബൈ റിലീസിന്റെ കാര്യങ്ങൾ. തലയും ഗ്യാങ്ങും വീണ്ടും എത്താൻ പോകുന്നു എന്നറിഞ്ഞ ആരാധകരുടെ സന്തോഷം പിന്നെ പറയേണ്ടതില്ലല്ലോ.